നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 വ്യക്തി സ്വഭാവത്തെ സ്വാധീനിക്കുന്ന ഘടകം ത്രിഗുണത്തിന്റെ ഏറ്റക്കുറച്ചിൽ കൊണ്ടാണ്. സത്വഗുണ പ്രധാനമായ വിഭീഷണനും രജോ ഗുണക്കാരനായ രാവണനും തമോ ഗുണപ്രധാനനായ കുംഭകർണനും സഹോദരങ്ങളായി തന്നെ ജനിച്ചു വളർന്നവരാണ്. മനസ്സുള്ളിടത്തോളം മനുഷ്യന് ഗുണാതീതനായി ഇരിക്കാൻ കഴിയില്ല. കാരണം ത്രിഗുണാത്മകമാണ് മനസ്സ്. ത്രിഗുണാത്മകമായ മനസ്സിന് സഗുണങ്ങളെ മാത്രമേ സങ്കല്പിക്കാനും കഴിയൂ എന്ന രഹസ്യം ആരും ഓർക്കാറില്ല. അത് മായയുടെ മറ്റൊരു വിനോദമാണ്. അതുകൊണ്ടാണ് ദേവിയെ ഗുണാതീത എന്ന മന്ത്രം കൊണ്ട് ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ സ്തുതിക്കുന്നത്. ഗുണങ്ങൾക്കെല്ലാം അതീതമായവളാണ് ദേവി. അങ്ങനെയുള്ള ദേവിയുടെ സകല കൃപയും നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഗുരുവചനം കേൾക്കാം. കഴിഞ്ഞതു കഴിഞ്ഞു, പശ്ചാത്താപം പാടില്ല. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടരുത്. ഫലം വന്നേ തീരൂ, അതിനെ നേരിടുക. എന്നാൽ അതേ സംഗതി വീണ്ടും ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. സ്വാമി വിവേകാനന്ദൻ. അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ചൊല്ലുന്നത് കേൾക്കാം. ഏഷ്യത്യേഷ ജനിം മനോസ്യ കഠിനം തസ്മിന്നടാനീതി മദ്രക്ഷായൈ ഗിരിസീംനി കോമളപദന്യാസ പുരാഭ്യാസിതഃ നോ ചേദ്ദിവ്യഗൃഹാന്തരേഷു സുമനസ്തൽപേഷു വേദ്യാദിഷു പ്രായസത്സുശിലാതലേഷു നടനം ശംഭോ കിമർത്ഥം തവ ഏഷ്യത്യേഷ ജനിം മനോസ്യ കഠിനം തസ്മിന്നടാനീതി മദ്രക്ഷായൈ ഗിരിസീംനി കോമളപദന്യാസ പുരാഭ്യാസിതഃ നോ ചേദ്ദിവ്യഗൃഹാന്തരേഷു സുമനസ്തൽപേഷു വേദ്യാദിഷു പ്രായസത്സുശിലാതലേഷു നടനം ശംഭോ കിമർത്ഥം തവ അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ഭഗവാനെ, വളരെ മൃദുലമായ സമതല പ്രദേശങ്ങൾ സ്വന്തമായി ഇരിക്കെ അങ്ങ് എന്തിനാണ് കഠോരമായ ഗിരിശൃംഗങ്ങളിൽ നൃത്തം ചെയ്യുന്നത്? എൻ്റെ ഹൃദയം അത്യന്തം കഠിനമാണ്.
അങ്ങനെയുള്ള ഹൃദയത്തിൽ നൃത്തം ചെയ്യാൻ പരിശീലിക്കുകയാണോ എന്ന് ഭക്തൻ ഭഗവാനോട് ചോദിക്കുന്ന ശിവാനന്ദലഹരിയിലെ 80-ാം ശ്ലോകമാണ് സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ശങ്കര കൃതികളിൽ ശിവാനന്ദലഹരിയിൽ 79 ശ്ലോകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. അവിടെ ഭഗവാന്റെ പാദയുഗളങ്ങളെ ദർശിക്കാനുള്ള പ്രാർത്ഥനയാണ് ചെയ്തത്. ഒടുവിൽ തുടർന്ന് ഏഷ്യത്യേഷ ജനിം മനുസ്യ കഠിനം തസ്മിന്നടാനീതിമദ്രക്ഷായൈ ഗിരിസീംനി കോമളപദന്യാസപുരാഭ്യാസിതഃ നോ ചേദ് ദിവ്യഗൃഹാന്തരേഷു സുമനസ്തൽപേഷു വേദ്യാദിഷു പ്രായത്സത്സു ശിലാതലേഷു നടനം ശംഭോ കിമർത്ഥം തവ. ഏഷ്യത്യേഷ ജനിം മനോസ്യ കഠിനം തസ്മിന്നടാനീതിമദ്രക്ഷായൈ ഗിരിസിംനി കോമളപദന്യാസഃ പുരാഭ്യാസിതഃ നോ ചേദ് ദിവ്യഗൃഹാന്തരേഷു സുമനസ്തൽപേഷു വേദ്യാദിഷു പ്രായസ്സത്സു ശിലാതലേഷു നടനം ശംഭോ കിമർത്ഥം തവ. ഭഗവാനെ, അവിടുന്ന് അതികഠിനമായ പർവ്വത പ്രദേശങ്ങളിൽ നൃത്തം ചെയ്യുന്നുവല്ലോ. അങ്ങേക്ക് അത്യന്ത മൃദുലങ്ങളായ സ്ഥലങ്ങൾ നൃത്തം ചെയ്യാൻ സ്വായത്തമാണ്. വളരെ മൃദുലങ്ങളായ ധാരാളം സ്ഥലങ്ങൾ അങ്ങേക്ക് സ്വായത്തമാണ്. എന്നിട്ടും അങ്ങ് കഠിനമായ പർവ്വത പ്രദേശങ്ങളിലാണ് നൃത്തം ചെയ്യുന്നത്, ഹിമാലയത്തിൽ. എന്തിനാണിത്? ഇത് ചിന്തിച്ചിട്ട് ഭക്തന് തോന്നുകയാണ്, എൻ്റെ ഹൃദയം അതീവ കഠിനമാണ്. അപ്പോൾ അതീവ കഠിനമായ എൻ്റെ ഹൃദയത്തിൽ നൃത്തം ചെയ്യാനുള്ള പരിശീലനമാണോ ഭഗവാൻ എടുക്കുന്നത്? അല്ലാത്ത പക്ഷം എന്തിനാണ് കഠോരമായ പർവ്വതത്തിൽ ഭഗവാൻ നൃത്തം ചെയ്യുന്നത്? ഇതാണ് ചോദിക്കുന്നത്. നോക്കൂ, ഏഷഃ ജനിം ഏഷ്യതി, ഏഷ്യത്യേഷ ജനിം, ഏഷഃ ജനിം ഏഷ്യതി, ഏഷഃ ഇവൻ, ജനിം ഏഷ്യതി ജന്മത്തെ പ്രാപിക്കും, ജനിം ജന്മത്തെ, ഏഷ്യതി പ്രാപിക്കും. അപ്പോൾ ഇവൻ ഇനിയും ജനിക്കും, യാതൊരു സംശയവുമില്ല. എന്ന് മാത്രമല്ല, അസ്യ മനഃ കഠിനം, ഇവൻ്റെ മനസ്സ് വളരെ കഠിനമാണ്. ഒന്ന്, ഇവൻ ഇനിയും ജനിക്കും. രണ്ട്, ഇവൻ്റെ മനസ്സ് വളരെ കഠിനമാണ്. ആ മനസ്സിൽ തസ്മിൻ, അതിൽ നടാനി, ഞാൻ നടനം ചെയ്യാം. ഇതി, ഇപ്രകാരം ചിന്തിച്ചിട്ടാണോ എന്നാണ് ചോദിക്കുന്നത്. മദ്രക്ഷായൈ, എൻ്റെ രക്ഷയ്ക്കായിക്കൊണ്ട്, കോമളപദന്യാസഃ ഗിരിസീംനി പുരാ അഭ്യാസിത, കോമളങ്ങളായ മൃദുലങ്ങളായ അവിടുത്തെ പദങ്ങളുടെ ന്യാസം കൊണ്ട്, കാൽവെപ്പുകളെ കൊണ്ട്, ഗിരിസീംനി പർവ്വത പ്രദേശങ്ങളിൽ, ഗിരിസീംനി എന്ന് പറഞ്ഞാൽ പർവ്വതത്തിൻ്റെ സീമകളിൽ, സീമ അതിര്, അറ്റം,
ഇവിടെ നമുക്ക് അറ്റം എന്നർത്ഥമെടുക്കാതെ പർവ്വത സാനുക്കളിൽ പർവ്വതത്തിന് ഉപരി എന്നർത്ഥമെടുത്താൽ മതി. അപ്പോൾ പർവ്വതങ്ങളിൽ അങ്ങ് ധാരാളമായിട്ട് നൃത്തം ചെയ്യുന്നു. അഭ്യാസിത പുരാ, പണ്ടേ അങ്ങ് അഭ്യാസം ചെയ്തു. കഠിനമായ പർവ്വത പ്രദേശത്തിലാണ് അങ്ങ് നൃത്തം ചെയ്യുന്നത്. അത് എൻ്റെ ഹൃദയത്തിൽ നൃത്തം ചെയ്യാം എന്ന സങ്കല്പത്തോടു കൂടിയാണോ? കാരണം എൻ്റെ ഹൃദയം വളരെ കഠിനമാണ്. അപ്പോൾ കഠിനമായ ഹൃദയത്തിൽ നൃത്തം ചെയ്യാനുള്ള പരിശീലനമായിട്ടാണോ അങ്ങ് പർവ്വതത്തിൽ നൃത്തം ചെയ്തത്? നോ ചെയ്ത് അല്ല എങ്കിൽ, അല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അങ്ങ് പർവ്വതത്തിൽ നൃത്തം ചെയ്യുന്നത്? കാരണം ദിവ്യഗൃഹാന്തരേഷു, ദിവ്യങ്ങളായ ഗൃഹങ്ങളുടെ ഉള്ളിൽ അങ്ങേക്ക് നൃത്തം ചെയ്യാമല്ലോ. സുമനസ്തൽപേഷു, നല്ല മനസ്സുകളാകുന്ന തൽപ്പങ്ങളിൽ, തൽപ്പം മെത്ത, നല്ല മനസ്സുകളാകുന്ന മെത്തകളിൽ അങ്ങേക്ക് നൃത്തം ചെയ്യാമല്ലോ. വേദ്യാദിഷു, പ്രത്യേകം തയ്യാറാക്കിയ ശുദ്ധീകരിച്ച വേദികളിൽ അങ്ങേക്ക് നൃത്തം ചെയ്യാമല്ലോ. പ്രായസത്സു, ഇതൊക്കെ അങ്ങേക്ക് ഉണ്ടായിരിക്കെ, ഇതെല്ലാം അങ്ങേക്ക് ഉണ്ടായിരിക്കെ ശിലാതലേഷു നടനം, ശിലാതലങ്ങളിൽ കരിങ്കല്ലുകൾക്ക് മുകളിലൂടെയുള്ള അങ്ങയുടെ നടനം കിമർത്ഥം, എന്തിനായിക്കൊണ്ടാണ്? അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ നൃത്തം ചെയ്യാൻ വേണ്ടിയുള്ള പരിശീലനമാണ് അങ്ങ് എടുക്കുന്നത് എന്ന് ഭക്തന് തോന്നുകയാണ്. ഈ വിഷയം നമുക്ക് ഒന്നുകൂടി ചിന്തിക്കാം. അടുത്ത പ്രാവശ്യമാവട്ടെ. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. നാമത്തിൽ നിന്ന് തന്നെയാണ് ഓമല്ലൂർ എന്ന പേരുണ്ടായതെന്ന് ഓമല്ലൂരിന്റെ ആത്മീയ ചരിത്രരേഖകൾ പറയുന്നു. ഓംകാരനാദത്തിന്റെ ചൈതന്യം പോലെ തന്നെ ഓമല്ലൂരിന്റെ ആത്മാവിനെ നിരന്തരം തേജോമയമാക്കിക്കൊണ്ട് ശ്രീ രക്തകണ്ഠസ്വാമി ക്ഷേത്രം നിലനിൽക്കുന്നുവെന്നതാണ് ഓമല്ലൂർ ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വിഷ്ണു മഹേശ്വര ചൈതന്യം നിറഞ്ഞ സാക്ഷാൽ അയ്യപ്പസ്വാമി തന്നെയാണ് ശ്രീ രക്തകണ്ഠസ്വാമിയായി ഇവിടെ കുടികൊള്ളുന്നുവെന്നാണ് വിശ്വാസം. ഓമല്ലൂരിന്റെ ഇന്നലെകൾ മഹത്തായ ഒരു കാർഷിക സംസ്കാരത്തിൻ്റെതായിരുന്നു. ഞാറ്റുവേല കുളിർക്കാറ്റ് വീശുമ്പോൾ പൊൻപ്രകാശം പരത്തി വിളഞ്ഞു നിൽക്കുന്ന നെൽക്കതിരുകളുടെ നൃത്തോത്സവ ഓർമ്മകളിൽ ഓമല്ലൂരിന്റെ ഹൃദയം പമ്പവിളക്കിന്റെ ശോഭ പോലെ മിന്നിത്തിളങ്ങി. വിതയ്ക്കുമ്പോഴും കൊയ്യുമ്പോഴും കളപ്പുരയിൽ കൂട്ടിവയ്ക്കുമ്പോഴുമൊക്കെ തങ്ങളുടെ ഗ്രാമദൈവമായ ശ്രീ രക്തകണ്ഠേശ്വര സ്വാമി തന്നെയായിരുന്നു ഈ ദേശക്കാരുടെ പ്രാർത്ഥനയും സ്വപ്നവും ആശ്വാസവുമൊക്കെ. അതിപുരാതന കാലം മുതൽക്കേ ഭഗവാന്റെ തിരുമുമ്പിൽ സമർപ്പിച്ച ജീവിതങ്ങളുടെ തുടർച്ച തന്നെയാണ് ഭഗവാന് മുന്നിൽ തൊഴുതു നിൽക്കുന്ന ഓരോ ആത്മരൂപങ്ങളും. മധ്യ തിരുവിതാംകൂറിലെ അതിപുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രം. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ക്ഷേത്രം അതാത് കാലഘട്ടത്തിന്റെ ഓർമ്മകളിലൂടെ അനാദിയായി സഞ്ചരിക്കുന്നുവെന്ന് തന്നെയാണ് സത്യം.
ആത്മാവ് നിലനിൽക്കുകയും ശരീരം ജനിമൃതികളിൽ കൂടെ കടന്നു പോകുന്നത് പോലെ ഭഗവാന്റെ പരമാത്മ ചൈതന്യത്തിനെ ആരാധിക്കാനായി ഓരോരോ കാലഘട്ടത്തിലും ക്ഷേത്രം രൂപപ്പെടുന്നുവെന്നേ ഉള്ളൂ. പടിഞ്ഞാറോട്ട് ദർശനമായി നിൽക്കുന്ന വളരെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നായ ശ്രീ രക്തകണ്ഠ മഹാക്ഷേത്രത്തിന്റെ ചരിത്രകഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ആദ്യകാലത്ത് ശ്രീ രക്തകണ്ഠ സ്വാമിയുടെ മൂലസ്ഥാനം കല്ലേരി ഗ്രാമത്തിലെ അറത്തകണ്ഠൻ മൂഴി എന്ന സ്ഥലത്തെ ക്ഷേത്രമായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. അന്ന് അവിടെ വസിച്ചിരുന്ന ജനങ്ങൾ അലസന്മാരും ദുർനടത്തിപ്പുകാരും ക്ഷേത്രകാര്യങ്ങളിൽ താല്പര്യമില്ലാതിരുന്ന അവിശ്വാസികളുമായിരുന്നു. യഥാവിധിയുള്ള പൂജാതി കർമ്മങ്ങളില്ലാതെ അനാഥമായ ക്ഷേത്രവും പരിസരവും കിടക്കുമ്പോൾ ചൂതുകളിയിൽ തൽപരനായിരുന്ന നാട്ടുപ്രമാണി മിക്കപ്പോഴും ചൂതുകളിയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. ചൂതുകളിയിൽ നിരന്തര പരാജയങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന നാട്ടുപ്രമാണി തന്റെ പരാജയ കാരണം ക്ഷേത്രത്തിനുള്ളിലെ ദേവവിഗ്രഹമാണെന്ന് തെറ്റിദ്ധരിക്കുകയും തുടർന്ന് ഭഗവാന്റെ വിഗ്രഹത്തെ അടർത്തിയെടുത്ത് സമീപത്തുകൂടി ഒഴുകിയ അച്ഛൻ കോവിലാറിലേക്ക് എറിയുകയും ചെയ്തു. വിഗ്രഹത്തിലെ ദേവചൈതന്യം ദിവ്യപ്രകാശം വിടർത്തുന്ന അതിമനോഹരമായ ഒരു പുഷ്പത്തിന്റെ രൂപത്തിൽ പുഴയിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നു. നദീതീരത്തുള്ള പല ക്ഷേത്രങ്ങളിലെ ദേവതകളോടും പുഷ്പത്തിന്റെ രൂപത്തിൽ ഒഴുകി നടന്ന ദേവചൈതന്യം അഭയം ചോദിച്ചിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ഒടുവിൽ ഭഗവത് ചൈതന്യം പുഷ്പമായി ഒഴുകിയെത്തിയത് ഓമല്ലൂരിലെ ഉഴുവത്ത് ക്ഷേത്രക്കടവിലായിരുന്നു. ഉഴുവത്ത് ദേവി ഭഗവത് ചൈതന്യത്തിന് അഭയം നൽകുകയും തനിക്കുള്ള നിവേദ്യത്തിന്റെ 3/4 പങ്കും ദേവചൈതന്യത്തിനുള്ളതാണെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. ദേവിയുടെ കാരുണ്യപ്രവാഹത്തിൽ സംപ്രീതനായ ഭഗവാൻ ഉഴുവത്തമ്മയുടെ ആതിഥ്യം സ്വീകരിച്ച് ഓമല്ലൂരിൽ കുടികൊള്ളാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. മനുഷ്യ സ്പർശം കൊണ്ട് തന്നെ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടാകണമെന്ന നിയോഗം കൊണ്ട് തന്നെയാവണം ദിവ്യപ്രകാശം പരത്തി പുഴയിൽ കിടന്ന അത്ഭുത പുഷ്പത്തെ നദിയിൽ സ്നാനം ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീയും കുട്ടിയും കാണാനിടയാകുന്നത്. കുട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങിയ സ്ത്രീ അതിമനോഹരമായ പുഷ്പത്തെ നദിയിൽ നിന്നെടുത്ത് ഒരു താളിക്കിണ്ണത്തിൽ കടവിലെ പാറപ്പുറത്ത് വയ്ക്കുകയും തുടർന്ന് സ്നാനം കഴിഞ്ഞ് സ്ത്രീ താളിക്കിണ്ണവും പുഷ്പവും എടുക്കാൻ തുനിഞ്ഞപ്പോൾ താളിക്കിണ്ണം പാറപ്പുറത്ത് ഉറച്ചിരിക്കുന്നതായി അനുഭവപ്പെടുകയും എത്ര ശ്രമിച്ചിട്ടും താളിക്കിണ്ണവും പുഷ്പവും ഇളക്കി മാറ്റാൻ കഴിയാതെ സ്ത്രീയും കുട്ടിയും വിഷമിക്കുകയും ചെയ്തു. ഒടുവിൽ ഈ അത്ഭുത വിശേഷം അറിഞ്ഞ് നാട്ടുകാരും നാട്ടുപ്രമാണിമാരും എത്തിച്ചേരുകയും ദേവജ്ഞന്മാരെ വിളിച്ചു വരുത്തി പൂവിനുള്ളിൽ വസിച്ചിരുന്ന ദേവചൈതന്യത്തെ തിരിച്ചറിയുകയും ചെയ്യുന്നു. ദേവവിധി പ്രകാരം ഊരാളി എയ്യുന്ന അസ്ത്രം തറയ്ക്കുന്ന പ്രദേശത്ത് ക്ഷേത്രം നിർമ്മിക്കുവാനുള്ള തീരുമാനവും ഉണ്ടാകുന്നു. കിഴക്കോട്ട് ദർശനമരുളി ഭഗവാനെ ഇരുത്തി ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു. പക്ഷേ അടുത്ത ദിവസം ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾ കണ്ട കാഴ്ച കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരുന്ന ഭഗവാന്റെ രൂപം സ്വയം പടിഞ്ഞാറോട്ട് ദർശനമരുളിയിരിക്കുന്നതായിരുന്നു. ഭഗവാനെ ഉപേക്ഷിച്ച കിഴക്ക് ദേശക്കാർക്ക് ദർശനമരുളാതെ ഭഗവാൻ പടിഞ്ഞാറ് ദേശക്കാരായ തന്റെ ഇഷ്ടപ്രജകൾക്ക് നേരെ ദർശനഭാഗ്യം അരുളി നിലയുറപ്പിച്ചുവെന്നാണ് ചരിത്രം പറയുന്നത്. അന്നു മുതൽ ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഇന്നേ വരെ തുറന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഭഗവാന്റെ തേജോമയമായ രൂപം ഇമകളിലൂടെ ലയിച്ചു ചേർന്ന് ആത്മാവിലേക്ക് പ്രതിഷ്ഠിക്കപ്പെടുന്നതോടുകൂടി ഭക്തന്റെ മനസ്സിൽ നിന്ന് ആത്മാവിലേക്ക് പ്രഭാപൂരിതമായ ഒരു വഴി തുറക്കുന്നു. ഉള്ളിൽ നിറയുന്ന ആ ദിവ്യപ്രകാശത്തിലൂടെ കഴിഞ്ഞുപോയ ജനിമൃതികളുടെ പുണ്യപാപ കർമ്മങ്ങളിലൂടെ ആത്മബോധം ഒരു പ്രദക്ഷിണം നടത്തുന്നു. ഉള്ളിലേക്കെടുക്കുന്ന ഓരോ ശ്വാസത്തിനും പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിനും ഇടയിലുള്ള നശ്വരമായ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ കാമക്രോധ മോഹാദികളാൽ ഇഹലോക സുഖങ്ങൾ തേടി അലയുകയാണ് ഓരോ മനുഷ്യജന്മങ്ങളും. ഇവിടെയാണ് നിരന്തരമായ പ്രാർത്ഥനകളിലൂടെ ജീവിതത്തിനെ ഈശ്വരോന്മുഖമാക്കുമ്പോൾ നാം പരമമായ സത്യത്തെ തിരിച്ചറിയുന്നത്.
പിന്നീടുള്ള ഓരോ ശ്വാസത്തിനും നാം ഈശ്വരനോട് കടപ്പെട്ടിരിക്കുകയാണെന്ന് നാം തിരിച്ചറിയുന്നു. ഈ തിരിച്ചറിവ് തന്നെയാണ് നമ്മിലെ ആത്മതാളം ഈശ്വരന്റെ നാദവുമായി കോർത്തിണങ്ങുന്നത്. അങ്ങനെ ഓരോ ക്ഷേത്ര ദർശനങ്ങളും ആത്മദളങ്ങളിൽ ഒരു നിമിഷം നൽകുന്ന ഈ തിരിച്ചറിവ് നമ്മിൽ നിറയ്ക്കുന്ന ആനന്ദം തന്നെയാണ് നിരന്തരം നമ്മെ സന്നിധിയിലേക്ക് നയിക്കുന്നതും ഭഗവാനെ നോക്കുമ്പോൾ അറിയാതെ മിഴികൾ നിറഞ്ഞു പോകുന്നതുമൊക്കെ. മഹത്തരമായ ഒരു ശില്പ പാരമ്പര്യവും ഓമല്ലൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ പുരാതന തമിഴ് മലയാളം ശിലാലിഖിതങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കരിങ്കൽ പാളികളിൽ വെണ്ണ പോലെ മൃദുവാക്കി മനോഹരങ്ങളായ ശില്പങ്ങൾ പണിയാൻ കരവിരുതുള്ള ശില്പികളാണ് ഓമല്ലൂർ ക്ഷേത്രം പണിതത്. അവരുടെ ശില്പചാതുര്യത്തിന്റെ മകുടോദാഹരണങ്ങളാണ് ഇന്നും ക്ഷേത്രത്തിൽ അമൂല്യനിധിയായി പരിപാലിക്കുന്ന കൽച്ചങ്ങലയും കൽമണിയും. പ്രദക്ഷിണ വഴികളിലേക്ക് ചുറ്റുവിളക്കുകളിൽ നിന്ന് പ്രകാശം പരക്കുകയായി. കലിയുഗ വരദനു മുന്നിൽ തെളിയുന്ന ഓരോ ദീപങ്ങളും പാപമോക്ഷങ്ങൾക്കായുള്ള ഭക്തരുടെ ആത്മസമർപ്പണം തന്നെയാണ്. ഓമല്ലൂർ ക്ഷേത്രവും പരിസരവും മകരസംക്രമ സന്ധ്യകൾ പോലെ പ്രകാശം വിതറുമ്പോൾ ഭഗവാന് ദീപാരാധനയായി. അങ്ങനെ ഈ ഭഗവത് ദർശനം പുണ്യദർശനമാകട്ടെ.